സകല ലോകത്തിന്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജനം ചിന്തിപ്പാനും പഠിപ്പാനും വളരെ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയുകയും ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഗാനശുശ്രൂഷയിൽ സഹായിക്കുന്ന ലാലുബ്രദന് മറ്റൊരു ഇടത്ത് അത്യാവശ്യമായി പോകേണ്ടി വന്നതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സാരമില്ല, നമുക്ക് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവസരം തന്നല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ജോയിൻ ചെയ്യുന്നവരൊക്കെ വേഗത്തിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും ഈ ആളുകളുടെ എണ്ണം നോക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം. അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യും. നമുക്ക് തിരുവചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഈ ആരാധന എന്ന വിഷയത്തിന്റെ വളരെ ഗൗരവമുള്ളൊരു ഭാഗത്തിലേക്കാണ് ഇന്ന് ഈ സമയത്ത് നമ്മുടെ ക്ലാസ് നീങ്ങുന്നത്. നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. വളരെ ഗൗരവത്തോടെ നമ്മളത് പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു വിഷയം തന്നെ. അതില് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കേണ്ടതിന് നമ്മൾ ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി. ഇതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. അതിൻ്റെ ജെനിസിസ് എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചത്. എന്ന് പറഞ്ഞതിൻ്റെ തുടക്കം, ഇതിൻ്റെ ആരംഭം എവിടാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു ആരാധന എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആരാധന എന്താണ് എന്നുള്ളത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന വളരെ തെറ്റായ ചില ചിന്താഗതികളുണ്ട്. ചിലവരുണ്ട് അവിടെ ചെന്ന നല്ല ആരാധനയാണ്, അവിടുത്തെ ആരാധന ഭയങ്കരമാ, നല്ല ആരാധന, ഈ പ്രസംഗം ഒന്നുമില്ലല്ലോ, നല്ല ആരാധനയാന്ന് പറയാറുണ്ട്. അത് ആരാധന എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ ആ ഭാഗം പഠിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ആ കാര്യം എടുത്ത് ഇപ്പോൾ പറയുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഇതിന്റെ തുടക്കം എവിടാണ് എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കം എവിടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്താണ് ആരാധന എന്ന വിഷയത്തിന്റെ ആദ്യത്തെ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ്? ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്നാണ്. ആരാധന കഴിച്ചു മടങ്ങി വരാം. അപ്പോൾ അവിടാണ് ആരാധന എന്ന പദം നമ്മൾ ആദ്യമായി കണ്ടത്. അബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആരാധനയുടെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു. അവിടെ നമ്മൾ ഒരുപാട് കാര്യം ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അബ്രഹാമിന്റെ സെൽഫ് പ്രിപ്പറേഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അധികാലത്തെ എഴുന്നേറ്റ് വിറക് കീറിയെടുത്തും കൊണ്ട് ഇസഹാക്കിനെ കൂട്ടി പോകുന്ന രംഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. അപ്പോൾ ആ ആരാധനയ്ക്ക് വേണ്ടിയുള്ള അബ്രഹാമിന്റെ ആ സമർപ്പണ ഒരുക്കമൊക്കെ നിങ്ങൾ കണ്ടോ? എത്ര വലുതാ! അതിരാവിലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ആരാധന നടക്കുന്നതിന് ഒരു വിറക് കഷ്ണം പോലും തടസ്സമാകാൻ പാടില്ല. അതെല്ലാം വീട്ടിൽ നിന്ന് ക്രമീകരിച്ചോണ്ട് വേണം പോകാൻ. നമ്മുടെ ആത്മീക കൂടിവരവിലും സഭായോഗത്തിലുമൊക്കെ നമ്മുടെ ആത്മീക അനുഗ്രഹത്തിന്റെ തടസ്സമായി നമ്മിൽ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. അഥവാ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും കീറാമുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കിക്കൊണ്ട് വേണം പോകാൻ. പോട്ടെ, അത് വേറെ ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അബ്രഹാമിന്റെ അനുസരണ മനോഭാവം, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ ബാലനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സ്ഥലത്ത് അവനെ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം എന്നാണ്. അപ്പം ഹോമയാഗം കഴിക്കണം എന്ന് പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോമയാഗ് കഴിക്കണമെന്നാണ് ദൈവം ആവശ്യപ്പെട്ടെങ്കിലും അതിന് അബ്രഹാം കൊടുത്ത പദമാണ് ആരാധന. ഇപ്പൊ ഹോമയാഗം ഈസിക്കൽ ടു ആരാധന എന്ന് വന്നു. അപ്പോൾ ആ ഹോമയാഗത്തിന് അർപ്പിക്കുന്ന യാഗവസ്തുവിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണാടും കുളമ്പ് പിളർന്നിരിക്കുന്നതും അയവിറക്കുന്നതും മരുക്കമുള്ളതുമായിരിക്കണം. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു യാഗമൃഗത്തെ വേണം അർപ്പിക്കാൻ. അത് കാളക്കിടാവായാലും പശുക്കിടാവായാലും ആട്ടുകൊറ്റനായാലും കോലാടായാലും ചെമ്മരിയാടായാലും എന്തായിരുന്നാലും ശരി, ഈ പറയപ്പെട്ട യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അത് നമ്മൾ യാഗങ്ങൾ എന്ന വിഷയം പഠിക്കുമ്പോൾ ഡീറ്റെയിൽസ് പറയും. ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരാധന ഇന്നും ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അത്രയും ക്വാളിറ്റി ഉള്ളതിനെ വേണം അർപ്പിക്കാൻ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ദൈവത്തിൽ എന്തെങ്കിലുമൊക്കെ അർപ്പിക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ളതേ അർപ്പിക്കാവൂ. ക്വാളിറ്റി ഇല്ലാത്തതൊന്നും ദയവായി അർപ്പിക്കരുത്. സ്തോത്രം. നമ്മൾ കൊടുക്കുന്നത് ആർക്കാണെന്ന് അറിഞ്ഞു വേണം അത് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ദൈവമക്കൾക്ക് കൊടുത്താലും ദൈവദാസന്മാർക്ക് കൊടുത്താലും സഭയ്ക്ക് വല്ലതും ചെയ്താലും ഒരു കൂട്ടാൻ വീട്ടിൽ നടക്കുമ്പോൾ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്താലും ഒക്കെ അതെല്ലാം ക്വാളിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വന്നാൽ എല്ലാവർക്കും ഞാനും വെള്ളവും കൊടുക്കണ്ടേ എന്ന രീതിയിലല്ല. അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് വന്ന 3 പുരുഷന്മാരെ സ്വീകരിച്ചതിലൂടെ അർത്ഥാൽ അബ്രഹാം ആരെയാണ് സ്വീകരിച്ചെന്നുള്ളത് എബ്രായലേഖനക്കാരൻ പറയുന്നു. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്കല്ല, അവരിലൂടെ വാസ്തവത്തിൽ ദൈവത്തിനാണ് അത് ചെയ്യുന്നുള്ള ബോധ്യത്തോടെ ചെയ്യുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ അബ്രഹാം വന്നത് ദൈവത്തിന് കൊടുക്കാനാണ്. എന്ത് കൊടുക്കാൻ? അവന്റെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് എന്താണോ അതിനെ കൊടുക്കാനായിട്ടാണ് ആരാധനയ്ക്ക് വന്നത്. അവിടെയൊക്കെ വളരെ വിശദമായി പറയേണ്ടതാണ്. ഞാൻ ഇപ്പോൾ അതിനോട് സമയം എടുക്കുന്നില്ല. ദൈവത്തിൽ അബ്രഹാം കൊടുത്ത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണോ അതിനെയാ കൊടുത്തത്. ഞാനൊരു കാര്യം പറയും, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും മാതാപിതാക്കളാണല്ലോ. ദയവായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അവർ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ എത്താനും പ്രാർത്ഥിക്കണം. അതിനേക്കാൾ ഉപരി അവർ ദൈവത്തിന്റെ വകയാണെന്നറിഞ്ഞ് ആ രീതിയിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ടോപ്പിക് എടുത്താൽ ഒത്തിരി ഏറിയയിലേക്ക് പോകണ്ടായിട്ട് വരാം. അതൊരു പ്രശ്നം. നമ്മൾ ആരാധന എന്ന് പറഞ്ഞാൽ കൊട്ടും പാട്ടും മാത്രം, അത് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമേ അല്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല. അതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. ഞാൻ പറഞ്ഞ ബോധ്യമായോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. അവരെ ആത്മീയരായി വളർത്തുന്നില്ല, അവർ ദൈവത്തിന്റെ വകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം വേറെ വല്ലതും ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുമായി അനേക വേദിയിൽ നിൽക്കുന്നതും പരസ്യങ്ങളിൽ പ്രസംഗിക്കുന്നതും ഒക്കെ സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെയില്ല. തീർച്ചയായിട്ടും അതങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ അതിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ദൈവത്തിനോട് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കൊടുത്താൽ മാത്രം പോരാ, അങ്ങനെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നവർ അവരെ അതനുസരിച്ച് ട്രെയിൻ ചെയ്ത് വളർത്താൻ കൂടെ ശ്രദ്ധിക്കണം. ഞാൻ മുൻപ് യോഹന്നാൻ സ്നാപകന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്നുകൂടെ പറയാം. ഈ യോഹന്നാൻ സ്നാപകൻ താൻ ജനിച്ചു വളർന്നപ്പോൾ തന്റെ ആഹാരം വെട്ടുക്കിളിയും തേനും. വെട്ടുക്കിളിയും തേനും എന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. വെട്ടുക്കിളി എന്നുള്ളതൊരു നമ്മൾ കാണുന്ന വെട്ടുക്കിളി അല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വെട്ടുക്കിളിയും തേനുമായിരുന്നു
യോഹന്നാന്റെ ഭക്ഷണം. അത് മാത്രം കൊടുത്ത് യോഹന്നാനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനൊരു കാരണമുണ്ട്. യോഹന്നാന്റെ അപ്പനായ സെഖരിയാവിന്റെ ജോലി, താൻ ഒരു പുരോഹിതനാണ്. യോഹന്നാന്റെ അപ്പനായ സെഖരിയാവ് പുരോഹിതനാണ്. ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനാണ് ആര്? സെഖരിയാവ്. ഓക്കെ, അത്രയും കാര്യം നിങ്ങൾക്ക് ഉറപ്പായി. പുരോഹിതന്മാരുടെ ജീവിതം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്കറിയാം. ദൈവാലയത്തിൽ രാവിലെയും വൈകുന്നേരവും യാഗം നിർബന്ധമായി നടന്നിരിക്കും. ഇസ്രായേലിലെ ജനങ്ങളിൽ ആരെങ്കിലും യാഗമൃഗത്തെയും കൊണ്ടുവരും, അങ്ങനെ യാഗം നടത്തണം. ഞാനും കൊണ്ടുവന്നില്ലെങ്കിൽ പുരോഹിതൻ തന്നെത്താൻ യാഗമൃഗത്തെ ഒരുക്കി, യാഗവസ്തുവിനെ ഒരുക്കി യാഗം നടത്തിയിരിക്കണം. ആ ദൈവത്തിന്റെ വളരെ നിർബന്ധപൂർവ്വമുള്ള കൽപ്പനയാണ്. അപ്പൊ രാവിലെ വൈകുന്നേരം യാഗം നടക്കുമല്ലോ. യാഗം നടന്നിരിക്കും. യാഗം നടക്കുന്നുണ്ടെങ്കിൽ പശുക്കിടാവോ കാളക്കിടാവോ ആട്ടുകൊറ്റനോ ചെമ്മരിയാടോ കോലാടോ ആയിരിക്കുമല്ലോ. യെസ്, ഇതിൽ ഏതിനെ യാഗം കഴിച്ചാലും അതിന് നല്ലൊരു ഭാഗം പുരോഹിതന്റെ അവകാശമാണ്. ക്ലിയർ ആയല്ലോ? രാവിലെയും വൈകിട്ടും നടക്കുന്ന യാഗത്തിൽ എത്ര വന്നാലും അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം ആർക്കുള്ളതാണ്? പുരോഹിതന്റെ അവകാശമാണ്. പുരോഹിതൻ അത് ഭക്ഷിക്കാം. രാവിലെയും വൈകുന്നേരം ആലയത്തിൽ യാഗം നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിന്റെ നല്ലൊരു ഭാഗം ആർക്കുണ്ട്? സെഖരിയാവിനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആഴ്ചയിൽ 7 ദിവസവും യോഹന്നാന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? ഇറച്ചി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 24/7 24 മണിക്കൂർ ആ വീട്ടിൽ എന്തോ ഉണ്ട്? ഇറച്ചിയുണ്ട്. പശുക്കിടാവിന്റെയോ കാളക്കിടാവിന്റെയോ ആട്ടുകൊറ്റന്റെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ നല്ലൊരു ഭാഗം ആരുടെ വീട്ടിൽ വരുന്നുണ്ട്? യോഹന്നാന്റെ വീട്ടിൽ വരുന്നുണ്ട്. യോഹന്നാന്റെ മാതാപിതാക്കളായ സെഖരിയാവും തന്റെ പ്രിയപ്പെട്ടവളും ഉറപ്പായിട്ടും അത് പാകം ചെയ്ത് ഭക്ഷിക്കുന്നുമുണ്ട്. എന്ന് പറഞ്ഞ് യോഹന്നാന്റെ വീട്ടിൽ എപ്പോഴും ഇറച്ചിയുടെ മണം അങ്ങനെ നന്നായിട്ട് എന്താ പറയുക, മുറ്റി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഒരിക്കൽ പോലും മോനെ അതിന്റെ രുചി അങ്ങോട്ട് നോക്കടാന്നും പറഞ്ഞ് ശകലം പോലും ഇറച്ചൊരു അംശം എടുത്ത് കൊച്ചിനെ നാവെ വെച്ചു കൊടുത്ത് അവനെ ആ രീതിയിൽ കൊണ്ടുവന്നില്ല. മറിച്ച് അവൻ ആരാണെന്നും ഭാവിയിൽ ആരാകുമെന്നും തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് അവന്റെ ഭക്ഷണ കാര്യത്തിൽ പോലും സെഖരിയാവും കുടുംബവും ട്രെയിൻ ചെയ്തു. നമ്മളാണ് പിള്ളേരൊക്കെയല്ലേ ഇപ്പം ആവശ്യം ഇറച്ചി ചോദിച്ചാൽ കൊടുക്കയക്കാൻ നോക്കുവോ? കാര്യം അവൻ ആശീർവാദക്കാരനെ കാണുന്നു പറഞ്ഞാലും ഇതെല്ലാം ഉണ്ടാക്കി വറുത്ത് വെച്ചിട്ട് നമ്മൾ കഴിയുമ്പം കൊച്ചൻ എങ്ങനെയാണെന്നും കൊടുക്കാതെ അവനെ നോക്കി നമുക്ക് കഴിക്കാൻ പറ്റുമോന്നേ? ഓ, അതൊന്നും ദൈവം കാര്യമാക്കുകയല്ലോ. അതൊന്നും ഒരു വിഷയമല്ലെന്നേ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഓ, അതൊക്കെ എങ്ങനെയാ വലിയ വിഷയമാകും? അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ നോക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ആത്മീക ലോകത്തിൽ തന്നെ ഏത് കാര്യം ഇപ്പം വിഷയമുള്ളത്? ഓ, അതൊന്നും അത്ര വിഷയമൊന്നുമല്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം. അങ്ങനെയൊക്കെ നോക്കി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്? അതൊക്കെ കാണും. നമ്മളെല്ലാം ഒരു വലിയ വിഷയമാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലതും നടക്കുവോ? ഈ ഒരു രീതിയിലേക്ക് വന്ന് സകലത്തിന്റെ ഗൗരവം കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷെ യോഹന്നാനെ ആ മാതാപിതാക്കൾ വളർത്തിയത് കണ്ടോ? ഞാൻ പലപ്പോഴും ഓർത്ത് അന്തം വിട്ടു, എങ്ങനെ ഈ കുഞ്ഞിനെ മാതാപിതാക്കളെ ഈ രൂപത്തിൽ വളർത്തിയെടുത്തെന്നുള്ളതാ. അവൻ ഭാവിയിൽ ആരാകണം എന്നറിഞ്ഞ് അതനുസരിച്ച് അവനെ ട്രെയിൻ ചെയ്യാൻ മാതാപിതാക്കൾ ഉത്സാഹിച്ചു. നടക്കുമോ അത്? നടക്കണം. ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ വിഷയം അതാണെങ്കിലും പ്രാക്ടിക്കലായ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും വളർത്തി വിടുക എന്നുള്ളതല്ല, അവർ നാളെ ആരാകണമെന്ന് അറിഞ്ഞ് അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ കാഴ്ചപ്പാടുള്ള ദർശനമുള്ള മാതാപിതാക്കൾ തയ്യാറാകണം. ഞാൻ എപ്പോഴും പറയും, യോഹന്നാനോട് ദൂത് പറഞ്ഞതും പ്രവചിച്ചതും വേറെ ആരുമല്ല, സ്വന്തം അപ്പൻ തന്നെയാണ്. അപ്പനായ സെഖരിയാവ് തന്നെയാണ് യോഹന്നാനെ കുറിച്ച് പ്രവചനമായി പറഞ്ഞത്. ഞാനൊരു കാര്യം ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നിങ്ങൾ വേണം പ്രവചിക്കാൻ.
ഇന്നലത്തെ ആള് വന്ന് പ്രവചിക്കുന്ന ഏറ്റവും കറക്റ്റാന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എതിർക്കുന്നില്ല, 100% യോജിക്കുന്നു. അപ്പോൾ തന്നെ തലമുറ നോക്കി പ്രവചിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. പ്രാർത്ഥിച്ച് നിങ്ങൾ പറയണം, മോനെ നാളെ നീ ഇന്നയാളാകും, ഇന്ന രീതിയിലായി തീരും, ഇന്ന നിലവാരത്തിലെത്തും. അത് അപ്പൻ പറഞ്ഞാൽ സ്വർഗം അംഗീകരിക്കുന്നതിനേക്കാൾ വലുതല്ല ഒരു പ്രവാചകൻ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ ആ രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ വിഷയമായിട്ട് നോക്കുമ്പോൾ അതും അല്പം അത്യാവശ്യമാണ്. സ്തോത്രം. പല കാര്യങ്ങളും നമുക്കിങ്ങനെ സൂമിലൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് ഷെയ്ഡ് വിടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർ ദൈവകൃപയിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വചനത്തിൽ വേരൂന്നി വളർന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട തലമുറ തീരുവാൻ ആ നിലയിൽ നമുക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസിലും അവരെ ഇൻവോൾവ് ആക്കണം. പാടുന്നതിനും പ്രാർത്ഥിക്കുന്ന ഓരോ പ്രോഗ്രാംസ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് അവരെ ജോയിൻ ചെയ്യിക്കാൻ, അവരെ എൻകറേജ് ചെയ്യാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകണം. പൊട്ടഞ്ഞ മടങ്ങി വരുന്നു. അപ്പോൾ ഇതിന്റെ ജെനസിസ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആദ്യമായി ഈ പദം കണ്ട ഇടം ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്ന ഇടത്ത് എന്ന് നാം കണ്ടു. അവിടെ ഹോമയാഗം എന്ന് ഉപയോഗിക്കുന്നതിന് പകരം അബ്രഹാം ഉപയോഗിച്ചത് ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു ആരാധനയും സഭായും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ഇത് കണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. ആരാധനയും വിടുതൽ ശുശ്രൂഷയും, ആരാധനയും വിടുതൽ ശുശ്രൂഷയും ഓക്കെ നടക്കട്ടെ. ഇപ്പം ഞാനത് എന്റെ മനസ്സിൽ പലതും വരും, ഞാനിപ്പോ അതങ്ങ് വിടുന്നു. ഇത് പ്രശ്നം ചോദിച്ചു ഇത് എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ കൊഴിയ. നമുക്ക് നോക്കാം. അപ്പോ ഏറ്റവും വിലപ്പെട്ടതാണ് അബ്രഹാം കൊണ്ട് കൊടുത്തത്. 103-ാം സങ്കീർത്തനം 1-2 വാക്യം കാണാതാക്കെങ്കിലും പറയാമോ? 103-ാം സങ്കീർത്തന്റെ 1-ാം വാക്യം കാണാതെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോന്നാ കാണാ പറയണ്ടേ? ആരെങ്കിലും ഈ വീഡിയോ ഓൺ ചെയ്താലും കുഴപ്പമില്ല, അൺമ്യൂട്ട് ഇട്ടെന്ന് പറയാൻ പറ്റുമോ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദേ പറയാ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദാവീദ് ആരാണ്? രാജാവാണ്, മെലക് അല്ലേ? ദാവീദ് മെലക്, ദാവീദ് രാജാവാണ്. എന്താ ദാവീദ് 103-ാം സംഘത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്താ ദാവീദ് പറഞ്ഞത്? നമുക്ക് ദാവീദിനോട് ചോദിക്കാം, എന്താണ് ദാവീദ് മെലക് എന്താണ് അങ്ങ് പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുകയാണ്, ബരഖി നഫസി യത് യഹോവ, ബരഖി നഫസി യത് യഹോവ. അർത്ഥം, ഞാൻ എനിക്കുള്ളതിൽ ഏറ്റവും ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അതുമായിട്ട് വന്നിരിക്കുന്നു. എന്റെ ഉള്ളമേ അവന്റെ പാദപീഠത്തെങ്കിൽ സാഷ്ടാംഗം വീഴുക. അല്ലാതെ അവൻ ഉപകാരമല്ല ഇങ്ങനെ ഓർത്തുകൊണ്ട് സഹായം ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഉപകാരങ്ങളല്ലോ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. വാക്യം അങ്ങനെയാണല്ലോ. നോ, എൻ മനമേ എന്റെ ഉള്ളമേ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് വീണ് കിടക്കുക എന്നാണ്. എങ്ങനെ? എനിക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, എന്റെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റിനെ അർപ്പിച്ചുകൊണ്ട് ആ രണ്ട് കാലിലും
വീണ് സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കണം. അതാ 103-ന്റെ 1-2 വാക്യത്തിന്റെ അർത്ഥം. നമുക്ക് കിട്ടിയിരിക്കുന്നതോ, എൻ മനമേ മറന്നുപോകാതെ എല്ലാം ഇടയ്ക്ക് ഓർത്തേക്കണം. എത്രയോ അർത്ഥവ്യത്യാസം വന്നുപോയല്ലേ. സ്തോത്രം. ക്ലിയർ ആയോ? ദാവീദാണെങ്കിൽ പിന്നെ ആരാധിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആളല്ലേ. അപ്പൊ പിടികിട്ടുന്നുണ്ടോ ആരാധന എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ദാവീദ് ഇത് വേറൊരാളോട് പറയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായി പോകും. ദാവീദ് വേറൊരാളോട് പറയുകയല്ല, പിന്നെയോ എൻ മനമേ. ദാവീദ് തന്നോട് തന്നെ, തന്റെ ഹൃദയത്തോട് പറയുക. താൻ തന്നോട് തന്നെ പറയുക, തന്റെ അകത്തെ മനുഷ്യനോട്, ഉള്ളത്തോട്, ഹൃദയത്തോട് പറയുകയാണ്. എന്ത്? അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. കൊടുക്കാവുന്നതിൽ ഏറ്റവും മെച്ചമായത് അർപ്പിച്ചുകൊണ്ട് അവന്റെ പാദപീഠത്തിങ്കൽ വീണ് കിടന്ന് അവനെ നമസ്കരിക്കണം. അതിന്റെ പേരാണ് ആരാധന. നമ്മളതിന്റെ ശരിയായ ട്രാക്കിലേക്ക് വരികയാണ്. ആരെങ്കിലും ഒരു വാക്യം വായിച്ചാൽ സഹായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മതി. ആ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ആരിച്ഛിക്കുന്നു? പിതാവ് ഇച്ഛിക്കുന്നു. 23-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സത്യ നമസ്കാരികൾ എന്നെടുത്തു പറഞ്ഞു. അതെന്തിനാ സത്യ നമസ്കാരി എന്ന് പറയാൻ കാരണം? The true worshippers must worship the Lord in spirit and truth. The true worshippers എന്ന് പറയാൻ കാരണം എന്താ? There are false worshippers. അതുകൊണ്ട് തന്നെ സത്യ നമസ്കാരികൾ എന്നെടുത്തു പറയാൻ കാരണം, അങ്ങനെ അല്ലാത്ത ഒരുപാട് നമസ്കാരം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ പിതാവ് ഇച്ഛിക്കുന്നത്, ഇവിടെ എല്ലാം നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ആരാധന എങ്ങനെ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നുണ്ട്. പിതാവിനൊരു ഹിതമുണ്ട്, പിതാവിനൊരു ഇഷ്ടമുണ്ട്, പിതാവ് ഇഷ്ടപ്പെടുന്ന ഒരു ട്രാക്ക് അതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരാധിക്കുന്നതാണ് പിതാവിന് ഇഷ്ടം. അത് ട്രൂ വർഷിപ്പേഴ്സ് ആണെങ്കിൽ, സത്യ നമസ്കാരികളാകുന്നു എങ്കിൽ, പിതാവ് ഇച്ഛിക്കുന്നത് പോലെ നമസ്കരിച്ചാൽ പിതാവിന് അത് ഇഷ്ടപ്പെടും. നമ്മൾ ഒരൊറ്റ മീറ്റിംഗിൽ പോലും ഈ കൂട്ടായ്മയെ കുറിച്ച് പിതാവിനുള്ള ഹിതം എന്താണ്, പിതാവ് നമ്മൾ ഇതെങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ആ പിതാവിന്റെ ഇഷ്ടം എന്താണ്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. നമുക്കങ്ങ് ആരാധിച്ച് തകർക്കണം എന്നുള്ളതല്ലാതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിക്കണമെന്ന്, ഈ വിഷയം തന്നെ ക്ലാസ് കഴിയുമ്പോൾ എത്രയോ ആൾക്കാരുടെ ചീത്ത ഞാൻ കേൾക്കുന്നുണ്ടെന്നറിയാം. ഞാൻ അവരോട് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. കഴിഞ്ഞ 1-2 ക്ലാസ്സിന് മുമ്പ് ഞാൻ വർഷിപ്പ് ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. അല്ല, വർഷിപ്പ് ലീഡർ ആണല്ലോ നമ്മളെ ആരാധനയ്ക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കക്ഷിയെ ആരാ നയിക്കുന്നേ? പുള്ളിക്ക് ആരാധിക്കണ്ടേ? പുള്ളി നമ്മളെ കൊണ്ടൊക്കെ ആരാധിപ്പിക്കുന്നു, സമ്മതിച്ചു. പുള്ളി ആരാധിക്കണമല്ലോ, വർഷിപ്പ് ലീഡ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ ആരാ ലീഡ് ചെയ്യുന്നേ?
ചുമ്മാ ആവശ്യമില്ലാത്ത കോക്കാമ്പീച്ചി ഒന്നും ആരാധനയാന്ന് പറയാൻ കാണിക്കരുത്. ആരാധന എന്താന്ന് ഞാൻ പറയാം. സ്തോത്രം. അത് ഒരു കാരണവശാലും ഒരു തേർഡ് പാർട്ടിയുടെ ഇൻസ്പിറേഷൻ കൊണ്ട് ചെയ്യുന്നതല്ല. അല്ല അല്ല മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഷിബു ബ്രദറിനെയോ, ഷിബു ബ്രദറിനെ കണ്ണം ബ്രദറിനെയോ, കണ്ണം ബ്രദറിന് നമ്മുടെ ഷാജി ബ്രദറിനെയോടോ, അല്ലെങ്കിൽ നമ്മുടെ അബിയ സിസ്റ്ററെ ഒന്നും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരികേറ്റി ചെയ്യുന്ന ഒന്നല്ല ആരാധന. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ പ്രശ്നം ഇതാണ്. ആരാധന എന്താണ് നമ്മൾ ഇതുവരെയും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ്ട് കാരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അബ്രഹാം ആരാധനയ്ക്കായിട്ടാ പോയത്. വർഷിപ്പ്. യെസ്, നോ പ്രോബ്ലം. നമ്മൾ അബ്രഹാം അപ്പച്ചനോട് ഒന്നുകൂടി ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതിന് അപ്പച്ചൻ എന്താ മറുപടി പറഞ്ഞേ? ആരാധനയ്ക്ക് പോവുകയാണെങ്കിൽ സിയോൻ പോലത്തെ നല്ലൊരു പാട്ടുപുസ്തകം കാണണം. നീ കുറച്ചുകൂടെ മോഡേൺ ആണെങ്കിൽ പാട്ടുപുസ്തകമൊക്കെ മാറ്റി ഇപ്പം പവർ പോയിന്റ് സാധനങ്ങളാണെങ്കിൽ അത് കാണണം. ഗിറ്റാർ വേണം, കീബോർഡ് വേണം, ഋതം പാട് വേണം, പിന്നെ മിന്നുന്ന ലൈറ്റുകൾ വേണം, നല്ല 1ാം ക്ലാസ് 10,000 വാട്ട്സിന്റെ സൗണ്ട് സിസ്റ്റം. അത് ഏറ്റവും ചെറുതാ, 25,000 30,000 ഒക്കെ പോയിരിക്കും. ഞാൻ ഏറ്റവും ചെറുത് പിടിച്ചതാ. ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്രഹാം അപ്പച്ചൻ പറഞ്ഞു, ഇതൊന്നും ഇല്ല, ആരാധനക്കാണെങ്കിൽ ഇതൊന്നും വേണ്ട. അപ്പൊ ഇതൊന്നും ഇല്ലാതാണ് ആരാധിക്കാൻ വന്നത്. അതെ. അപ്പൊ ഇതൊന്നും വേണ്ടെന്നാണോ? വേണ്ടെന്നല്ല, ഇതിനത് വേണ്ട. സ്തോത്രം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്റെ വിശ്വാസം. അപ്പൊ പിന്നെ ആരാധന പറഞ്ഞാൽ എന്താ? എന്നോട് ഇങ്ങോട്ട് വരാൻ ഒരാൾ പറഞ്ഞു, കല്ലറ പട്ടണമായി ഊരിൽ തന്നെ വിളിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് മകനെയും കൊണ്ട് ഇവിടെ യാൻ കഴിക്കാൻ വരാൻ ഒരാൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തെ കാണാനാ ഞാൻ ഈ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? വരാൻ പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള എൻകൗണ്ടർ നടക്കുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. വിളിച്ചിറക്കിയവനും അനുഗമിച്ചവനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടം. അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാണ് ആരാധന എന്ന കാര്യം നടക്കുന്നത്. അല്ലാതെ അന്യഭാഷ പറയുമ്പോഴോ തുള്ളുകയോ ചാടുകയോ കൈയടിക്കുകയോ ചെയ്യുമ്പോഴൊന്നുമല്ല. ചുമ്മാ. മനസ്സിലാവുന്നുണ്ടോ? അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ, കൈകൊട്ടി ആരാധിച്ചാട്ടെ, തുള്ളിക്കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ആരാധിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ എതിര് പറയുന്നില്ല. അത് അതിന്റെ 1ാമത്തെ ലെവൽ പോലും ആയിട്ടില്ല. വരാൻ പറഞ്ഞ വ്യക്തിയും വന്നവനും തമ്മിൽ കാണുന്ന ഇടം, അതിന്റെ പേരാണ് ആഗമന കൂടാരമെന്ന പഴയ നിയമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ? അതുകൊണ്ട് എബ്രായ ലേഖനക്കാരൻ 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. വന്ന് സമാഗമന കൂടാരം എന്നുള്ള വിഷയം കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ചോർച്ചില്ല. ഇതുപോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പദം. അതിന്റെ കുറ്റിയും കൊളുത്തും പഠിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുന്നു. അതിന്റെ ഏക്കും പൂക്കും അറിയാൻ മേലാത്തോണ്ട് നമ്മളിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാ, വിശുദ്ധ വേദപുസ്തകം പഠിക്കണമെന്നുണ്ടെങ്കിൽ ലേവ്യ പുസ്തകം പഠിക്കാത്ത ഒരൊറ്റ ഒരുത്തനും വേദപുസ്തകത്തിന്റെ യാതൊരു ABCയും കിട്ടുകയില്ല. ഒരുപാട് നല്ല പോയിന്റും ആൾക്കാർ തുള്ളുന്നതും ത്രസിപ്പിക്കുന്നതുമായ 10,000 കാര്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേദപുസ്തകത്തിന്റെ അയൽവക്കത്ത് പോലും അവന് വരാൻ നോക്കുകയല്ല. കാരണം 66 പുസ്തകത്തിന്റെയും അതിന്റെ സ്റ്റെം, തായ് തടി എന്ന് പറഞ്ഞ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ലേവ്യ പുസ്തകമാണ്. ബാക്കി 65 എണ്ണവും ഈ ലേവ്യ പുസ്തകത്തിന്റെ ബ്രാഞ്ചസും മാത്രമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് ഒരു യഹൂദൻ അവന്റെ തലമുറയെ അക്ഷരം പഠിപ്പിക്കുകയും വാക്യം പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഓർമ്മ വെച്ച് വിളിച്ചാൽ കണ്ണനങ്ങുന്ന കാലം മുതൽ ആ കുഞ്ഞിന്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്ന ലേവ്യ പുസ്തകത്തിന്റെ ഓരോരോ വാക്യങ്ങളാണ്. 6 വയസ്സാകുമ്പോഴേക്കും ആ കുഞ്ഞ് ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചിരിക്കും. 6 വയസ്സാകുമ്പോൾ
അതിശയോക്തികൾക്ക് ഞാൻ പറയുകയല്ല. 6 വയസ്സാകുമ്പോഴേക്കും ലേവ്യ പുസ്തകം മുഴുവൻ ആ കുഞ്ഞ് പഠിച്ചിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ 6 വയസ്സുള്ള കുഞ്ഞ് അക്ഷരം ഇന്നും തെറ്റാതെ എഴുതുകയില്ല. അപ്പോഴാ ഒരു യഹൂദൻ അവന്റെ തലമുറയെ ആ പുസ്തകം മുഴുവൻ കാണാതെ പഠിപ്പിക്കുന്നത്. അതിന് കാരണമുണ്ട്. അപ്പൻ 5 പുസ്തകം കാണാതെ അറിയാം, പഠിച്ചിരിക്കണം. അതാ ലേവ്യരുടെ നിയമം, യഹൂദന്റെ നിയമം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം കാണാ പഠിച്ചിരിക്കണം. അപ്പൻ 5 പുസ്തകം കാണാ പഠിച്ചിട്ട് ലേവ്യ പുസ്തകം മകനെ കാണാ പഠിപ്പിക്കണം 6 വയസ്സാകുമ്പോഴേക്കും. അതാണ് യഹൂദന്റെ വ്യവസ്ഥ. പോട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ആ അബ്രഹാമും ദൈവം തമ്മിൽ മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പോയിന്റ്, അതാണ് ഇവിടെ ദാവീദ് പറഞ്ഞത്. എൻ മനമേ അവന്റെ പാദപീഠത്തിങ്കൽ വീണ് നമസ്കരിക്കുക. വിളിച്ചിറക്കിയവനെ കണ്ടോ ഏതെങ്കിലും യോഗത്തിൽ? അത് ഞായറാഴ്ച മാത്രം നടക്കുന്നതല്ല. Praise the Lord. ആരാധന ഞായറാഴ്ച മാത്രം ഉള്ളതല്ല. ഞാൻ എടുത്തു പറഞ്ഞു, ഞായറാഴ്ച നമുക്ക് വിശുദ്ധ സഭായോഗമാണ്, ആരാധനയല്ല. വിശുദ്ധ സഭായോഗം 10 മണി മുതൽ 1 മണി വരെ, അല്ലെങ്കിൽ 9:30 മുതൽ 12:30 വരെ, അത് വിശുദ്ധ സഭായോഗം. ആരാധന അങ്ങനെയല്ല. ആരാധന 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ അവസാനിക്കുന്നതല്ല. ആരാധന തുടങ്ങി ഇനി അവസാനിക്കുന്ന ടൈം എപ്പോൾ കാഹളം കേൾക്കുമോ, അല്ലെങ്കിൽ നാം മരണം വഴിയാ മാറിപ്പോകുമോ, ആ സമയം അത്രയും നമ്മൾ ആരാധനയിൽ തന്നെയാണ്. മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സമ്മേളനത്തിന്റെ പേരാണ് വിശുദ്ധ സഭായോഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതം മുഴുവനും ആരാധനയാക്കി മാറ്റിയ വിശുദ്ധന്മാർ കഴിഞ്ഞ ഒരാഴ്ചയിൽ വിവിധ മേഖലകളും പാന്താവിലും ഒക്കെ ആയിരുന്നു. അവര് മടങ്ങി വന്ന് ഞായറാഴ്ച സഭായോഗത്തിൽ വന്ന് അവർ ആത്മീക അനുഭവങ്ങൾ പങ്കുവെക്കുകയും തമ്മിൽ പ്രബോധിപ്പിക്കുകയും കൃപാവരങ്ങളുടെ ജ്വലനം നടക്കുകയും ഒക്കെ ചെയ്ത് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പലവിധമായ ശുശ്രൂഷകൾ. എല്ലാറ്റുപരിയായി വീണ്ടെടുത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കഷ്ട, മരണം, അടക്കം എന്നിവയെ ഓർമ്മിപ്പിക്കുന്ന തിരുമേശയിലും പങ്കുകൊണ്ട് അപ്പവീഞ്ഞങ്ങളിൽ ഭാഗവാക്കായി ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും താമസമിന കർത്താവ് മടങ്ങി വരികയും ചെയ്യും എന്നുള്ള പ്രത്യാശയോടുകൂടെ തിരുമേശയിൽ പങ്കുകൊണ്ട് പരസ്പര വിശുദ്ധ ചുംബനമൊക്കെ കൊടുത്ത് മാറാൻ മാറാനാഥ എന്ന് പറയരുത്, മാറാൻ ആധ, അതാണ് കറക്റ്റ്. നമ്മളെല്ലാം മാറാനാഥ എന്നാ പറയുന്നത്. സ്തോത്രം. അത് പറയേണ്ടത് അങ്ങനല്ല. മാറാൻ ആധ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന് പറഞ്ഞ് പ്രത്യാശയുടെ പാട്ടുമൊക്കെ പാടുന്ന സന്ദർഭത്തിൽ ആ വിശുദ്ധ ചുംബനമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ കൈയൊക്കെ കൊടുത്ത് വിശേഷങ്ങൾ പറഞ്ഞ് പിരിയുന്നു. അത് വിശുദ്ധ സഭായോഗം, ആരാധനയല്ല. കണ്ടോ, ദാവീദ് പറയുകയാണ്, എന്റെ ഉള്ളമേ, എന്റെ ഹൃദയമേ. തന്നോട് തന്നെ പറയുക. ആരാധന എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റണം. അടുത്തിരിക്കുന്നവരെ മുമ്പിരിക്കുന്നവരെ പുറകിരിക്കുന്നവര് പറയിൽ ആരാണ് ആ ഉറക്ക ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ പലപ്പോഴും ഓർക്കണ്ട, ആരെങ്കിലും ഉറക്ക ഹല്ലേലൂയ പറഞ്ഞു ഈ കഴിയുമ്പത്തിന് ഇങ്ങനൊരു നോട്ടമുണ്ട്, അതാരാണ് അത്ര ഉറക്ക ഹല്ലേലൂയ പറഞ്ഞെന്ന്. ഞാൻ നിനക്കോ പറയാനൊത്തില്ല, പറയുന്നവരെങ്കിലും പറയട്ടെ, അങ്ങനെയൊക്കെ ഉറക്ക പറയാവോ എന്നുള്ള അർത്ഥത്തിലാ നോട്ടം. പ്രത്യാശയുള്ളവൻ ദൈവത്തിന് നന്ദിയുള്ളവൻ പറയും, അല്ലാത്തവൻ മിണ്ടുകയല്ല, അത്രയേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം പിടികിട്ടിയോ? ഹൃദയം ദൈവസന്നിധിയിൽ വീണ് കിടക്കണം. ഞാൻ പറയാം, ആരാധനയ്ക്ക് വീണ് കിടക്കുക. സ്വർഗപിതാവിന്റെ പാദപീഠത്തിങ്കൽ വീണ് കിടക്കണം. അതിന് നിങ്ങൾ അക്ഷരികമായി വീഴണമെന്നല്ല.
ഹൃദയം കൊണ്ട് കസേരയിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ താഴെ ഇരിക്കുകയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഹൃദയം കൊണ്ട് എന്തോ ചെയ്തോണം? പിതാവാം ദൈവത്തിന്റെ പാദത്തിങ്കൽ വീണ് കിടക്കുകയാണ്. മനസ്സിലായോ? ഗ്രീക്കിൽ അതിന് പ്രോസ്ക്യുനിയോ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്നും സാധാരണ പറയാറില്ല. പിന്നെ ഒരു ആശയം പറയാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തന്നേ ഉള്ളൂ. ആരാധനയ്ക്ക് ഗ്രീക്കിൽ പ്രോസ്ക്യുനിയോ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുനിയ എന്ന വാക്കിന്റെ അർത്ഥം നായ അല്ലെങ്കിൽ പട്ടി. പ്രോസ്ക്യുനിയ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വീട്ടിലെ യജമാനൻ രാവിലെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ചയുള്ള ഒരു നായ കിടക്കുക, യജമാന്റെ കണ്ണിലോട്ട് നോക്കി എപ്പോഴാ ഒരു ബിസ്ക്കറ്റ് കിട്ടുന്നെന്ന്. യജമാനൻ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നത് വാങ്ങിക്കാൻ യജമാന്റെ കാഴ്ചോട്ട് ഇങ്ങനെ യജമാന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുക. ആ ആശയമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്, പ്രോസ്ക്യുനിയോ. മനസ്സിലായോ? ഒരു പട്ടി കിടക്കുന്നത് പോലെ യജമാന്റെ കാൽക്കൽ യജമാന്റെ മുഖത്തേക്ക് നോക്കി കിടക്കും. അത് വലിയ തെറ്റില്ല. അത് തന്നെയാണ് ഇവിടെ ദാവീദും ഹീബ്രുവിൽ പറഞ്ഞത്. എൻ്റെ ഉള്ളമേ നീ എന്ത് ചെയ്യണം? അവന്റെ പാദപീഠത്തിങ്കൽ വീണ് കിടക്കണം, വീണ് കിടക്കണം, വീണ് കിടക്കണം. ഹൃദയം കൊണ്ട് ചെയ്യണം. അത് നടക്കുമ്പോൾ ശബ്ദം വന്നെന്ന് വരികയില്ല, ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞെന്ന് വരികയില്ല. ചിലപ്പം രണ്ട് കണ്ണും അടച്ച് കണ്ണിൽ ഒരു പക്ഷെ ധാരധാരായിട്ട് വരുന്നുണ്ടായിരിക്കാം, പ്രകടനമൊന്നും കാണുകയില്ല. റിയൽ വർഷിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. അങ്ങനെ എവിടെയെങ്കിലും ആരാ നടന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം, അപ്പൊ നമുക്ക് പിടികിട്ടുമല്ലോ. സ്തോത്രം. ഞാൻ ഒന്നാമത്തെ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ജെനസിസ് പറഞ്ഞു. ഞാൻ അതിൻ്റെ എറ്റിമോളജിയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ട് ഘടിപ്പിച്ച് നിർത്തിയത്. ആരാധന എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം ഷക്ക് ആഹ് എന്നാണ്. ഷക്ക് ആഹ്. ഷക്ക് ആഹ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ ദാവീദ് 103 സംഗീതം 1-2 വാക്കുകൾ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. വീണ് നമസ്കരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ കാൽക്കൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ 103 സംഗീതത്തിന് അത്രയും വിശദമാക്കി പറഞ്ഞത്. എന്തോ ചെയ്യണം? പിതാവായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഹൃദയം കൊണ്ട് വീണ് കിടക്കണം. അതാണ് ആരാധന. ചില സഭാത്തിനൊക്കെ ഒന്ന് കാലും വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? വലിയ ഗൗരവത്തോടെ പാട്ടും പാടത്തില്ല, കൈയടിക്കത്തില്ല, വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നത്. അയ്യോ അല്ല, യജമാനുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അക്ഷരികമായി വീണ് കിടക്കേണ്ടതില്ല. പക്ഷെ ഹൃദയം കൊണ്ട് എന്തോ ചെയ്യണം? പാദപീഠത്തിങ്കൽ വീണ് കിടന്ന് നമസ്കരിക്കണം. അങ്ങനെ ആരാധിച്ച് ഞാൻ പിന്നീട് കാണിക്കാവുന്നേ, നിങ്ങൾ വിഷമിക്കണ്ട. സ്തോത്രം. ട്രൂ വർഷിപ്പ് സത്യ നമസ്കാരികളാകുന്നുവെങ്കിൽ, അല്ലാത്തത് എങ്ങനെ വേണേലും ആകാം, എങ്ങനെ വേണേലും ആരാധിക്കാം, ഏത് രീതിയിൽ ഏത് ഷേപ്പിലും ഒക്കെ ആരാധിക്കാം. നമ്മൾ ഈ ശക്തമായിട്ട് ആരാധിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ, ബലത്തോടെ ആരാധിച്ചാട്ടെ, അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ, എന്തോന്നാ ഈ പറയുന്നേ? ആരാധിക്കാനുള്ള ഷോർട്ട് കട്ടാണോ അന്യഭാഷ? ആണോ? ഒന്നാതെ എന്റെ ക്ലാസ്സിൽ ആൾക്കാർ കുറഞ്ഞു വരിക. ഞാൻ ഇതും കൂടെ പറഞ്ഞാൽ ഇനി അടുത്ത ക്ലാസ്സിൽ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഞാളുണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. എന്നെ സംബന്ധിച്ചുള്ള ഈ പുസ്തകത്തിന് ട്രാക്ക് വിട്ടു പോകാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല. സ്തോത്രം. ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്തുതിയും ആരാധനയും തമ്മിൽ ഇന്ന് വരെ വേർതിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ചോദിച്ചു, സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താ?
അവിടുത്തെ ഹെഡ് പാസ്റ്റർക്ക് പോലും അറിയത്തില്ല സ്തുതി എന്താ, സ്തോത്രം എന്താന്ന്. ആലോചിച്ച് നോക്കി. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരും. രണ്ടും രണ്ടല്ലേ? സ്തോത്രം വേറെ, സ്തുതി വേറെ. ഇത് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് വരുന്ന കുഴപ്പം, സ്തുതിക്കുന്നവർക്ക് കയറി സ്തോത്രം പറയും, സ്തോത്രം കയറി സ്തുതിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? കർത്താനദാസനായി സ്തുതിക്കുന്നു, അബ്സല്യൂട്ട്ലി റോങ്, തെറ്റിപ്പോയി. കർത്താനദാസന് വേണ്ടി സ്തുതിക്കല്ല, കർത്താനദാസന് വേണ്ടി സ്തോത്രം ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ മാത്യു MC എന്ന് പറഞ്ഞ ഒരാള് കണ്ണാടി വെച്ചുകൊണ്ടിരിപ്പുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഞങ്ങൾ വിളിക്കുന്ന പേര് ഷിബു ബ്രദർ എന്നാണ്. ഞാൻ പറയാ, ശിവബ്രദറിനായി സ്തുതിക്കുന്നു പറഞ്ഞാൽ റോങ്. ശിവബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു, കണ്ണേട്ടനായി സ്തോത്രം ചെയ്യുന്നു, ഇത്രേ പറയാനേ എനിക്ക് പറ്റൂ. കണ്ണേട്ടനായി സ്തുതിക്കുന്നു പറഞ്ഞാൽ പോയി. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. സ്തുതിക്ക് യോഗ്യൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെയൊക്കെ കാര്യം പറയുമ്പോൾ സ്തുതിക്കുകയല്ല ചെയ്യേണ്ടത്, സ്തോത്രം ചെയ്യുക വേണ്ടത്. ജെയിംസ് മാത്യുവിനായി സ്തോത്രം ചെയ്യുന്നു, ജൂഡി ഷാജിക്കായി സ്തോത്രം ചെയ്യുന്നു, മിനി പ്രസാദിനായി സ്തോത്രം ചെയ്യുന്നു, റോസമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, ബിജി ബിനുവിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് പകരം ഷൈനി തോമസിനായി സ്തുതിക്കുന്നെന്ന് പറഞ്ഞാൽ റോങ്. അവർ കാനഡയില ഷൈനി തോമസ്, തെറ്റിപ്പോയി. കണ്ടോ? കുറഞ്ഞ പക്ഷെ ഇതൊക്കെ സഭകൾ വേർതിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ സ്തുതി എന്താണ്, സ്തോത്രം എന്താണ് എന്നൊന്നും അറിയാൻ എല്ലാം കൂടെ കൂട്ടിക്കൊടിച്ചോണ്ടാ. നിരുത്സാഹപ്പെടുത്താൻ ഞാൻ പറയുകയല്ല, ശക്തമായ കരങ്ങൾ അടിച്ച് ആരാധിക്കുകയല്ല, ദൈവത്തെ സ്തുതിക്കണം, പാടണം, അത് ചെയ്തു. കരങ്ങൾ അടിച്ച് ആരാധിച്ചാട്ടെന്ന് പറഞ്ഞപ്പോ സംഗതി പോയി. കാരണം അത് ആരാധനയല്ല, അത് തന്നെ കാരണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഷാജിപ്പാസ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞ് അടുത്ത യോഗത്തിന് പോകുമ്പോൾ നിങ്ങൾ കൈയടിക്കാതെയും പാട്ട് പാടാതെ ഇരിക്കരുത്. ഞാൻ രണ്ടും വകതിരിച്ചു കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതിനാ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സമാഗമന കൂടാരമൊക്കെ പഠിക്കണമെന്ന് പറയാൻ കാരണം, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ കണ്ടോ? ആരാധനയ്ക്കുള്ള ചട്ടങ്ങളെന്ന അല്ല, ആരാധനയ്ക്കുള്ള ചാട്ടങ്ങളെന്നല്ല, ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും. അപ്പൊ ആരാധനയ്ക്ക് എന്തോ ഉണ്ട്? ചട്ടമുണ്ട്, വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് വേണം ചെയ്യാൻ. ഞാൻ ഇടയ്ക്ക് കയറി പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക, സമാഗമന കൂടാരത്തിന്റെ 3 ഭാഗങ്ങൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ പ്രാകാരത്തിലാണ് ബഹളം മുഴുവനും. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ 4 ശബ്ദം പോലുമില്ല. ഹോളി ഓഫ് ഹോളീസിലേക്ക് വരുമ്പോൾ, അതിവിശുദ്ധത്തേക്ക് വരുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ്. അവിടാണ് ആരാധന നടക്കുന്നത്. ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ. നമ്മൾ ഞായറാഴ്ച പ്രാകാരം വരെ പൂട്ടിഞ്ഞു പോരുക. ഒരെണ്ണം വിശുദ്ധ മന്ദിരത്തിലും കയറുന്നില്ല, അതിവിശുദ്ധത്തോട്ടും പോകുന്നില്ല. ആരാധനയെങ്കിൽ തീ കത്തി, അങ്ങനെ ഒരു വാക്യം പുസ്തകത്തിലില്ല. എന്റെ പുസ്തകം പഴയതായോണ്ടിരിക്കും, അതിനകത്ത് ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവിടുത്തെ സംസാരിച്ചെന്നുണ്ട്. തീ കത്തുന്ന ആരാധനയോ? എന്തിന്? എന്തോന്നിനെ കത്തിക്കാൻ? സ്തോത്രം. ആരാധന തീ കത്തിലായിട്ടൊന്നും പുസ്തകത്തിലില്ല. നിങ്ങൾ മൊത്തം നോക്കിക്കോ. ഞാൻ ആരാധനയുടെ കാര്യമാണ് പറഞ്ഞ. ആരാധന എന്താണെന്ന് അറിഞ്ഞിട്ട്, ആരാധന എന്തുകൊണ്ട്, വേദവസ്തു എന്ത് ഉദ്ദേശിക്കുന്നു, എഴുത്തുകാരനായ പരിശുദ്ധാത്മ എന്ത് ഉദ്ദേശിക്കുന്നു, ആ അർത്ഥത്തിൽ നിന്നോണ്ടേ തർക്കിക്കാവൂ. ആരാധനയെങ്കിൽ തീ കത്തിയതല്ല. ഏലിയാവൊക്കെ ആരാധിച്ചപ്പോ തീ ഇറങ്ങുന്നൊക്കെയാ പറയുന്നത്. അയ്യോ, അതിതും തമ്മിൽ എന്തുമാത്രം വ്യത്യാസം കിടക്കുന്നു. അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താ, വേദവസ്തു എന്താ പറയുന്നത്, അവിടെ തീയിറങ്ങാൻ കാരണം എന്താ, അതൊക്കെ അവിടെ പഠിച്ചാൽ കിട്ടുമല്ലോ. എന്തിനാ വലിയ പോകുന്നത്? ആ പുസ്തകത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കാരണം ഏറ്റവും അധികം എന്താ പറയാ, അതിനെ വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആരാധന എന്നുള്ളത്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും വിശദമാക്കി പറഞ്ഞത്. ഹൃദയം കൊണ്ട് ദൈവത്തിൽ വീഴണം. അതിന് സഭാഹോളിൽ പോകേണ്ടതില്ല, പുണ്യസ്ഥലത്തും പോകണ്ട, അവിടെ പോയാൽ ഭയങ്കര ആരാണ് പറഞ്ഞ് അങ്ങോട്ട് ഓടുകയും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? ആരാധിക്കുന്ന നാം ഇരിക്കുന്ന മുറിയിൽ അല്പനേരം ഹൃദയത്തെ ഏകാഗ്രമാക്കി പ്രാണൻ തന്ന് വീണ്ടെടുത്തവനെ മാത്രം ധ്യാനിച്ച് അദ്ദേഹത്തെ കാണാൻ ഹൃദയ കണ്ണ് പ്രകാശിക്കുമ്പോൾ ഒരു ഹാർട്ട് ടു ഹാർട്ട് എൻകൗണ്ടർ. അവിടെ ഒരൊറ്റ വാക്കുപോലും ഉച്ചരിച്ചെന്ന് വരികയില്ല. ചിലപ്പോൾ സന്തോഷാധിക്യത്താൽ ഉറക്ക ദൈവത്തിന്റെ മഹത്വം കരയിച്ചെന്ന് വന്നേക്കാം. ചിലപ്പോൾ ആ സാന്നിധ്യത്തിൽ നമ്മൾ ലയിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്നെന്ന് വരുന്നേക്കാം. ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കണ്ണിലൂടെ ഒന്നാരണ്ടുള്ള കണ്ണുനീര് വീഴുകയായിരിക്കാം ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ ചുണ്ട് അനങ്കം മാത്രമേ ചെയ്യുന്നുള്ളൂ, ശബ്ദം പുറത്ത് വരുന്നില്ല. എന്താ കാരണം? കാണേണ്ടവനെ കണ്ടപ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തി എങ്ങനെയാണെന്ന് ആർക്കും വർണ്ണിക്കാൻ പറ്റുകയില്ല. അതാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ? അതിനെയാണ് ഞാൻ സമാനുദാരത്തിന്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞത്. പ്രാകാരത്തിൽ തുള്ളി ചാടി നിർത്തും വെച്ച് എന്തും ചെയ്തു. അത് കഴിഞ്ഞ് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ നിൽക്കരുത്. ആദ്യ വിശുദ്ധല്ല, ഹോളി ഓഫ് ഹോളീസ്. അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ്. യഹോവയുടെ ശെഖേനായി ഇറങ്ങി വരുന്നു. രക്തവുമായി മഹാപുരോഹിതൻ ആദ്യ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യ സ്ഥലത്ത് ഒട്ടും ശബ്ദം എന്ന് പറഞ്ഞ ഒന്നും കേൾക്കാനില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അതെന്താ കാരണം? ഈ ആട്ടുകൊറ്റന്റെ ജീവനായ രക്തത്തെ കൃപാസനത്തിന്മേൽ തളിക്കുന്ന സമയമാണ്. ജീവൻ അവിടെ പകരുകയാണ്. മനസ്സിലായോ? അവിടെ ശബ്ദവും ബഹളവും ഇല്ല. നമ്മെ സർവം മറന്നു തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും. വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഹോളി ചെല്ലുമ്പോഴത്തെ കാര്യമല്ല. ആരാധന ഹോളി മാത്രം ഒതുങ്ങുന്നതല്ല. ആരാധന പാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആരാധന പ്രത്യേക അന്തരീക്ഷം വരുമ്പോൾ മാത്രം ഉണ്ടാകുന്നതല്ല. യോഗം തിരിച്ചു പറഞ്ഞു കേട്ടില്ല, നല്ല അന്തരീക്ഷമായിരുന്നു. ഓക്കെ, നല്ല അന്തരീക്ഷം, സമ്മതിച്ചു. കാണേണ്ട ആളിനെ കണ്ടായിരുന്നു. കാണേണ്ട ആളിനെ കണ്ടിട്ടാണോ പോരുന്നത്? ഏതായാലും ആളവിടെ വരും എന്നുള്ളത് 100% ഉറപ്പാ. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നടുവിലുണ്ട്. ആളിനെ കണ്ടിട്ടാണോ പോരുന്നത്? അത് കണ്ടില്ലെങ്കിൽ പിന്നെ ആരാധന എന്തൊന്ന്? പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഇന്ന് ഈ വിഷയം തീർക്കണമെന്ന് ഞാൻ വിചാരിച്ച് നടക്കും തോന്നുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ജെനസിസ് പറഞ്ഞു. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ അതിന്റെ തുടക്കം. അബ്രഹാം തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ സാധൂകരിച്ചു എന്നുള്ളത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് അതിന്റെ എറ്റിമോളജി. ആ പദം ഉണ്ടായത് ഷക്ക് ആഹ് എന്ന് പറഞ്ഞാൽ വീണ് നമസ്കരിക്കുക. ശാരീരമായിട്ട് വീഴുകയല്ല, നമ്മുടെ അകത്തെ മനുഷ്യൻ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ വീണ്, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു നായ യജമാന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന പോലെ വീണ് കിടക്കുന്ന പ്രക്രിയക്കാണ് ഷക്ക് ആഹ് എന്ന എബ്രായ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 കാര്യം ഞാൻ വേഗം ഒന്ന് പറഞ്ഞു നിർത്താൻ ശ്രമിക്കാം. മൂന്നാമത്തതിന്റെ മൊറാലിറ്റി, അതിന്റെ ഗുണവശങ്ങൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിനാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ വാക്യം ഒന്ന് വായിപ്പിച്ചത്. എന്റെ മൊറാലിറ്റി പറയുകയാണേ. അപ്പൊ സത്യനമസ്കാരികൾ എന്ന് പറയുമ്പോൾ, ദ ട്രൂ വർഷിപ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ഫോൾസ് വർഷിപ്പേഴ്സ് ഉണ്ടെന്നുള്ള 100% ഉറപ്പാണ്. നിർഭാഗ്യവശാൽ ഇതിലെ സത്യനമസ്കാരികൾ ആരാണെന്നും അസത്യ നമസ്കാരികൾ ആരാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം. ട്രൂ വർഷിപ്പേഴ്സും ഫോൾസ് വർഷിപ്പേഴ്സും.
ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്ന് ഡിസൈൻ ചെയ്ത് അറിയാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും കുഴയുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യഥാർത്ഥ ആരാധനയിൽ വീണ് കിടന്നവനെ നമസ്കരിക്കുക. അങ്ങനെ ആരാധിച്ച ഏതെങ്കിലും ആരാധന പുസ്തകത്തിലുണ്ടോ? ഉണ്ടെന്നേ. എടുത്ത വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കേണ്ട, ഒത്തിരി സമയം പോവും. അതിന്റെ 6 മുതൽ വായിച്ചാൽ മതി. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണും ഉണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. മതി. ഇനി 4-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ച് 5 മുതൽ വായിച്ചു. 4-ന്റെ 5 മുതൽ. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണുകൾ നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം. 2-ാം ജീവി 9-ാമത്തെ വാക്യം 9 ജയിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കണ്ടോ? 11-ാമത്തെ വാക്യം, കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. കണ്ടോ? 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു 24 മൂപ്പന്മാർ, 24 എൽഡേഴ്സ്, 12 അപ്പോസ്തലന്മാരുടെ റെപ്രസെന്റേറ്റീവും 12 ഗോത്രപിതാക്കന്മാരുടെ റെപ്രസെന്റേറ്റീവുമായി 12 24 പേർ സിംഹാസന ചുറ്റും. സിംഹാസനം ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി ആൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ 24 മൂപ്പന്മാരുടെ തലമേൽ കിരീടമുണ്ടായിരുന്നു. അവർ അധികാരമുള്ളവരാ, പദവികളുള്ളവരാ. പക്ഷെ സിംഹാസനം ഇരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ തങ്ങളുടെ തലമേലിരിക്കുന്ന കിരീടം ഒന്നും അല്ലാന്ന് പിടികിട്ടി. അവരാദ്യം തലക്കന ഉണ്ടാക്കാൻ സാധ്യതയുള്ള കിരീടം എടുത്ത് താഴെ വെച്ചു. എന്നിട്ട് അവന്റെ മുമ്പാകെ വീണു. എന്നിട്ട് അവർ പറയാണ്, കുഞ്ഞാടേ നീ യോഗ്യൻ. എന്താണ് അവർ പറഞ്ഞത്? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വം സ്തോത്രം ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. കണ്ടോ? എന്നിട്ട് ഞാൻ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചത്. 11-ാമത്തെ വാക്യത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വം സ്തോത്രം ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രം ബഹുമാനം മഹത്വം ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. കണ്ടോ? 3 പ്രാവശ്യം ഇപ്പൊ നമ്മൾ കണ്ടു. വീണു നമസ്കരിക്കുന്നു. സകല മാനവും മഹത്വവും സ്വീകരിപ്പാൻ
നീ യോഗ്യൻ, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളുമുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് അവരുടെ കിരീടമൊക്കെ താഴെ വെച്ചിട്ട് സിംഹാസനിക്കുന്നതിന് മുമ്പാകെ വീണ് അവനെ നമസ്കരിച്ചു. കണ്ടോ, ഇതാണ് ഒറിജിനൽ ആരാധന. സ്തോത്രം. അല്ലാതെ ഇങ്ങനെ കയ്യത്താളം പിടിച്ചുകൊണ്ട് വെക്കുന്നതിന്റെ പേരല്ല ആരാധന. മനസ്സിലായോ? മുമ്പ് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അക്ഷരികമായി വീണ് കിടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദാവീദ് കൊണ്ട് പറഞ്ഞത് ബറഖി നഫസി യഖ്യാഹുവ, എന്റെ ഉള്ളമേ, എന്റെ ഹൃദയമേ, എന്റെ അകത്തെ മനുഷ്യൻ അവന് മുമ്പാകെ വീഴട്ടെ. ഒരുപക്ഷെ ഇങ്ങനെ അനങ്ങാ നിൽക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആ പാദമെടുത്തെങ്കിൽ വീണ് കിടക്കുകയാണ്. എത്ര സമയമാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കാം, 10 സെക്കൻഡ് ആയിരിക്കാം, 15 മിനിറ്റ് ആയിരിക്കാം, 1 മണിക്കൂറായിരിക്കാം. That is up to you. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇവരെല്ലാവരും നമസ്കരിക്കുക. ആര്? 24 വീണ് നമസ്കരിക്കുന്നു. അതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചത്? യഥാർത്ഥ ആരാധനയുടെ ഒരു ചിത്രം നമ്മൾ അവിടെ കാണുകയാണ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ ചിന്തിച്ച ഭാഗത്ത് യഥാർത്ഥ ആരാധന എന്തെന്ന് പറയുമ്പോൾ ഫോൾസ് വർഷിപ്പ് എന്താ നമ്മൾ അറിയണ്ടേ? ഞാനൊരു കാര്യം ഇവിടെ ചേർത്ത് പറയാം, നിങ്ങൾക്കത് കുറെ കൂടെ പ്രയോജനപ്പെടും എന്ന് ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ ശരിയായ ആരാധന മുന്നോട്ട് പോകുമ്പോൾ, ഞാനിപ്പോ ഇതിന്റെ ജെനിസിസ് പറഞ്ഞു, എറ്റിമോളജി പറഞ്ഞു, മൊറാലിറ്റിയെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആ ഒരു 10-11 മിനിറ്റിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, വേഗം പറയാം. അടുത്ത പോലെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം, കുഴപ്പമില്ല. അധികാരമുള്ളവരായിരുന്നിട്ട് കൂടെ അവരുടെ അധികാരത്തിന്റെ തലക്കനമൊന്നും വെക്കാതെ കിരീടമെല്ലാം താഴെ വെച്ചു. 24 പേരും ഇപ്പോൾ ഈക്വല. നിങ്ങൾക്കറിയാം, ആരാധനയിൽ ഏറ്റക്കുറച്ചിലില്ല. ഹോമയാഗമാണല്ലോ അബ്രഹാം ഉപയോഗിച്ച പദം. ഹോമയാഗം നടക്കുന്ന യാഗപീഠത്തിന്റെ പ്രത്യേകത സമചതുരമാ. 5 മുഴ സമചതുരം, ഹൈറ്റ് 3 മുഴം, ഉയരം 3 മുഴമാണ്. 5 മുഴ സമചതുരം ഒരേ അളവാ. വല്ലോ മനസ്സിലായോ? ആരാധനയിൽ അളവല്ല, ഒന്നാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ കുലമഹിമയുള്ളവനെന്നോ കുലമഹിമയില്ലാത്തവനെന്നോ there is no partiality, no differences. ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരേ അളവാണ്. ദൈവസന്നിധി വന്നാൽ പിന്നെ എല്ലാറ്റിനും ഒരേ ഹൈറ്റും ഒരേ നീളവും ഒരേ വണ്ണവും ഒരേ പൊക്കമൊക്കെ. ആരാധനയിൽ ഏറ്റക്കുറച്ചിലില്ല എന്നർത്ഥം. ഓക്കെ, ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു പോവാം. നമ്മുടെ ആത്മീക ശുശ്രൂഷയിൽ 5-fold മിനിസ്ട്രി ആണല്ലോ ഉള്ളത്. എഫേസ്യ ലേഖനം 4-ാം വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും സുവിശേഷന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതിനകത്ത് മ്യൂസിക് മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി ഇല്ല. പണ്ട് എൻ്റെ അധ്യാപകൻ പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് 12 ഹാർമോണിയം വാങ്ങിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. മ്യൂസിക് മിനിസ്ട്രി എന്നൊരു സംഗതി ഇല്ല. ഉണ്ടായിരുന്ന കർത്താവ് നിശ്ചയമായിട്ടും ശിഷ്യന്മാർക്കെല്ലാം ഓരോ ഹാർമോണിയം വാങ്ങിച്ചു കൊടുത്ത് എല്ലാവരെ കൊണ്ടും പാടിപ്പിച്ചേനെ. അതിനർത്ഥം പാട്ട് വേണ്ടെന്നാണോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വേദപുസ്തകത്തിൽ നിന്ന് പാട്ടെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ വേദപുസ്തകം എന്തുമാത്രമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം മുതൽ ഉത്തമഗീതം വരെ കാവ്യ പുസ്തകങ്ങളല്ലേ. അതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ വേദപുസ്തകം വല്ലതും ഉണ്ടോ? സങ്കീർത്തനം മാത്രം 150 എണ്ണോ?
ഇപ്പൊ പാട്ടിനെതിരായിട്ടല്ലെന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പാട്ട് മോശമാണെന്നോ പാട്ട് തെറ്റാണെന്നോ അല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഇങ്ങനൊരു മിനിസ്ട്രി അതിനകത്ത് ഇല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്നവർ തെറ്റാണോ? നെവർ നെവർ നെവർ, ഒരിക്കലുമല്ല. ശലോമന്റെ ആലയത്തിലും ഒക്കെ പാട്ടിനും സ്തോത്രം ചെയ്യാനൊക്കെ, പിന്നെ അവിടെ ചെയ്തതൊന്നും നമുക്കില്ലെന്നേ ഉള്ളൂ. സ്തോത്രം ചെയ്യാൻ വേണ്ടി മാത്ര ഇഷ്ടം പോലെ എണ്ണത്തിന് നിർത്തിയത്. അവരുടെ പണി വേറെ ഒന്നും പറയാം, സ്തോത്രം ചെയ്യണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം എന്നേക്കുമുള്ള. ഇത് മാത്രം പറയാൻ വേണ്ടി ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. സ്തോത്രം പറയാൻ വേണ്ടി മാത്രം. നമ്മൾ സ്തോത്രം പറഞ്ഞാലും പറയല. അതാ നമ്മുടെ രീതി. സ്തോത്രം ചെയ്യാൻ വേണ്ടി മാത്രം ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ദേവാലയത്തിൽ. ഉടനെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പറഞ്ഞു അതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വന്ന് ഈ മ്യൂസിക് മിനിസ്ട്രിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ നമ്മൾ സാധാരണ പാടുന്ന ചില പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടൊക്കെ പാടുമ്പോൾ നിൻവരവിൻ ലക്ഷ്യങ്ങളുമെങ്ങും കാണുന്നേ. പാട്ട് നമുക്ക് നന്നായിട്ട് അറിയല്ലേ, മനോഹരമായ ഒരു പഴയ പാട്ടാണ്. യേശു നായക പാപശാപനാശക വീണ്ടെടുത്ത നിൻ ജനത്തിന് ആത്മദായക. മനോഹരമായ ഒരു പാട്ട്. എന്റെ ചോദ്യം, ആ പാട്ട് എഴുതിയ ആരാന്ന് നിങ്ങൾക്കറിയാവോ? പൊതുവെ അറിയത്തില്ല. മുണ്ടക്കയും ജോൺ ഉപദേശിച്ച് എഴുതിയ പാട്ടാണ്. യേശു നായക പാപശാപനാശക, മുണ്ടക്കൻ ജോൺ ഉപദേശിച്ച പാട്ട്. ഞാൻ പറഞ്ഞ ആ പാട്ട് നമുക്കറിയാം, പാട്ട് എഴുതിയ ആളെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ശരിയല്ലേ? അതെ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. ആരാണ് ആ പാട്ട് എഴുതിയത്? മഹാനായ എമ്മിച്ചെറിയാൻ സാറിന്റെ പാട്ടാണ്. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ക്ലേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചീട. ടി കെ സാമുൽ സാറിന്റെ പാട്ടാണ്. അദ്ദേഹത്തെ നമുക്ക് അറിയത്തില്ല, പക്ഷെ പാട്ട് നമുക്ക് ഫെമിലിയറാ. ശരിയല്ലേ? ഭക്തരൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ആരെഴുതിയ പാട്ടാണെന്നറിയാമോ? വേട്ടമല ഫിലിപ്പോസ് ഉപദേശിച്ച പാട്ടാണ്. നമുക്ക് ഈ പാട്ടറിയാം, പാട്ടെഴുതിയ ആളെ നമ്മൾ അറിയുന്നില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, അതും അദ്ദേഹത്തിന്റെ പാട്ടാണ്. മനോഹരമായ പാട്ട്. ഞാൻ ഇത്രയും പാട്ട് പറയാൻ കാരണം, നമുക്ക് ഈ പാട്ടേ അറിയത്തുള്ളൂ, പാട്ടെഴുതിയ ആളെ അറിയത്തില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇപ്പോഴങ്ങനല്ല. മനസ്സിലായോ? ജീവസുറ്റ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് തന്നിട്ട് അവര് പുറകിൽ മാറി നിന്നു. അവരാരും അവരെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇന്ന് പുതിയ പാട്ട് വരുമ്പോൾ നമ്മൾ ഇന്നയാളുടെ പാട്ടല്ലേ, ആ ഇന്നയാളുടെ പാട്ട് പാടാന്നും പറഞ്ഞ് ഞാൻ സ്റ്റേജിലിട്ട് വരുന്നത് തന്നെ. മനസ്സിലായോ? അപ്പൊ ഫോക്കസ് എങ്ങോട്ട് പോകുന്നു? മഹത്വം എങ്ങോട്ട് പോകുന്നു? അവിടാണ് അപകടം. അല്ല, പാട്ടുകാരോട് എതിർപ്പണം നിങ്ങൾ ആരും ചിന്തിക്കരുതേ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ സാധാരണ പ്രസംഗത്ത് ഒരുപാട് പാട്ട് പാടുന്ന ആളാണ്. ഇപ്പൊ പിന്നെ ഞാൻ പരമാവധി നിയന്ത്രിച്ച പാട്ടിന് എണ്ണമൊക്കെ കുറയ്ക്കുന്നത്. ഞാനത് വിരുദ്ധമായി പറഞ്ഞതല്ല. മുമ്പ് പാട്ട് ആളുകൾക്ക് അറിയത്തുള്ളായിരുന്നു, പാട്ട് എഴുതിയ വ്യക്തിയെ കുറിച്ച് ഒരറിവുമില്ല. ഇന്ന് നേരെ തിരിഞ്ഞു. പാട്ടുകാരൻ മുമ്പിൽ പ്രൊജക്റ്റായി നിൽക്കുന്നു, പാട്ടും അതിന്റെ ആത്മീയ അർത്ഥങ്ങളും പുറകിൽ മറഞ്ഞു പോകുന്നു. ഫോക്കസ് ആർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്ന് പറഞ്ഞാൽ ആരാധനയുടെ പേരിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ വിഷയത്തിനകത്തെ നിൽക്കാവൂ. ലാപ്പുള്ളി ക്ലാസ് എടുത്ത് വന്നിട്ട് അവസാനം പാട്ടുകാരെ എല്ലാം കുറ്റം പറഞ്ഞേച്ച് പോയെന്നൊന്നും പറയരുത്. നോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ.
മഹത്വം ആർക്ക് പോകുന്നു എന്നുള്ളതാണ്. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. മനോഹരമായ പാട്ടല്ലേ? നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വെച്ച് പറയണം, എന്റെ ഭാരം എല്ലാം നീങ്ങിപ്പോയെന്ന്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പറയണം. എന്റെ ഭാരം ഏതായാലും പോയിട്ടില്ല, അടുത്ത കാലത്തോട്ട് പോകും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. വഴക്കുണ്ടാക്കിയല്ലെങ്കിൽ ഞാൻ വാക്യം തരാം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിച്ച്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം. ഇല്ലേ? കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. ഇത്രയും ടൈമിനകത്ത് വരാൻ പാടില്ല, 2-3 മിനിറ്റും കൂടെ ഉള്ളൂ. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാ പുസ്തകത്തിലും. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഇനി പോയെന്ന് പറഞ്ഞേ. ഈ കൂടാരത്തിലാണെങ്കിൽ എന്തോ ഉണ്ട്? ഭാരമുണ്ട്. ഞാൻ കുറച്ചു മുമ്പേ മറ്റൊരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. തിമോഥെയോസ് ലേഖനം പഠിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, അന്തം വിട്ടു. കഷ്ടരുടെ കൂട്ടായ്മ. അതിന്റെ വല്ല ഏക്ക് പൂക്കും അറിയാൻ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. സ്തോത്രം. എഴുതിയ നല്ല ഉദ്ദേശത്തോടെ കേട്ടോ. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിന് അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കും അദ്ദേഹം എഴുതിയത്. ദാറ്റ് ഇസ് അനദർ കേസ്. ഞാൻ പറഞ്ഞത്, നമ്മളതിന്റെ പുറകെ പോകുമ്പോൾ വരുന്ന അപകടം മറക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഈ കൂടാരത്തിലാണെങ്കിൽ എന്തോ ഉണ്ട്? ഭാരമുണ്ട്. ഉറപ്പ് കേസാ. മനസ്സിലായി? ഞാൻ വിശ്വസിക്കട്ടെ. ഇങ്ങനെയൊക്കെ അതിന്റെ റൂട്ട് കിടക്കുന്നത്. നമ്മൾ പാടുന്ന വേറെ, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. എവിടെയാ? മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. വെരി ഗുഡ്. എന്റെ ചോദ്യം, അപ്പൊ ആരായി മണിപ്പന്തൽ ഇടുന്നേ? വായിച്ച ദാനിയേൽ 11-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം. പതുക്കെ എടുത്താൽ മതി, പുസ്തകം കീറരുത്. 11-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുക്കത്തെ വാക്യം. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അത് തന്നെയാ. കറക്റ്റാ, അത് തന്നെ. ക്ലിയർ ആയിട്ട് കേട്ടില്ലല്ലോ. ഷുഗർ ഒന്നുകൂടെ വ്യക്തമായിട്ട് വായിക്കാമോ? വോളിയത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടായി. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂല നാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. മണിപ്പന്തലിടും. ആര് മണിപ്പന്തലിടും? ആര് മണിപ്പന്തലിടും? His name is Antichrist. അവന്റെ പേരാണ് എതിർ ക്രിസ്തു.
ഏത് ക്രിസ്തുവിന്റെ കാര്യമായി 15-ാം അധ്യായത്തിൽ പറയുന്നത്. നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, എതിർ ക്രിസ്തു മണിപ്പന്തലിടുവെന്ന്. പുസ്തകം വായിച്ചിട്ട് പോലും ഇല്ലാത്ത കക്ഷി എഴുതിക്കുക, പദ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. ഇനി ഞാനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല. ഈ മണിപ്പന്തൽ ഇട്ടാനുള്ള ഗുണം എന്താ? എന്തിനാ മണിപ്പന്തൽ ഇടുന്നത്? രാജാക്കന്മാർ 1-ാം പുസ്തകം എടുത്തേ, 20-ാം അധ്യായം. രാജാക്കന്മാർ 1-ാം പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം ആദ്യം വായിച്ചേ. രാജാക്കന്മാർ 1-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യം. എന്നാൽ അവനും ആ, രണ്ടുപേരും നിർത്തിയോ? ഷുഗർ വായിച്ചു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട്. മണിപ്പന്തലിൽ യോദ്ധപ്പെടുന്നതാണ്. മണിപ്പന്തൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് എഴുതിയത്? അല്ലല്ലോ. മണിപ്പന്തൽ എന്തോ ചെയ്തോണ്ടിരിക്കുക? കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, ഇനി 16-ാമത്തെ വാക്യം വായിച്ചേ. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. 16-ാമത്തെ വാക്യം എന്നാ? എന്നാൽ ബെൻഹദദ് തനിക്ക് 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ച് മത്തനായിരുന്നു. മതി, ബാക്കി നമുക്ക് പിന്നെ മതി, സമയം പോകും. മണിപ്പന്തൽ എന്തോ ചെയ്യായിരുന്നു? കുടിച്ചുകൊണ്ടിരിക്കുക. കുടിച്ച് മത്തനായെന്ന. അയ്യോ, കൈയടിച്ചങ്ങ് തുള്ളുന്ന കണ്ടാൽ പഞ്ചാകാശത്തിങ്കൽ മണിപ്പന്തലിൽ പിന്നെങ്ങ് പോട്ടെ, എന്റെയും കൺട്രോൾ പോകുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുക. ഞാൻ ആരോടും വാശിക്കും വൈരാഗ്യത്തിനൊന്നും അല്ല. ഒരു പ്രാവശ്യമെങ്കിലും ഈ വാക്യത്തിനകത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വയ്യാവേലി നമ്മുടെ ഇടയിൽ വന്ന് കയറുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചേ. നമുക്ക് വർഷിപ്പിന് നമുക്ക് തുള്ളാനായിട്ടൊരു റിതം മ്യൂസിക്കും കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തായാലും വിഷയം, നമ്മൾ തുള്ളാൻ റെഡിയാ. നീ വായിച്ചോ, ഞങ്ങൾ റെഡിയാ തുള്ളാൻ. പ്രിയരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഞാൻ അവസാനിപ്പിച്ച സമയം മുന്നോട്ട് നീങ്ങുന്നു. 15 The true worshippers must worship the Lord in truth and spirit. ആരാധിക്കുന്നവനും ആരാധകനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, അതാണ് അബ്രഹാം പറഞ്ഞത്. എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഒരുത്തനുണ്ട്, അവനെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. അവർ തമ്മിൽ കാണുമ്പോൾ that is called worship. അതിന്റെ പേരാണ് ആരാധന. സ്തോത്രം, സ്തുതിയും സ്തോത്രമൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പ്രൈസ് സെക്ഷൻ കിടപ്പുണ്ട്, അത് ഇവിടെ കിടന്ന് കാണിക്കുന്നില്ല. അതിനേക്കാൾ എത്ര ഗംഭീരമായ നിലയിലാണെന്നറിയാമോ? പിന്നെ അത് പാടുന്നതും ഇത് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നതൊക്കെ നല്ല ഗംഭീരമായ നിലയിലായിരിക്കണം. പുസ്തകം നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ ആയിരിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ദൈവപ്രസാദമുള്ള, ദൈവം അംഗീകരിക്കുന്ന ഒരു ട്രൂ വർഷിപ്പ്, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പോൾ പിതാവിന് നമ്മുടെ ആരാധന സംബന്ധിച്ച് ഒരു ഇച്ഛ ഉണ്ടെന്നുള്ള അറിയാതെ പോകരുത്. ആ നിലകളിൽ ആരാധിച്ചും വിശുദ്ധ സഭായത്തിൽ പങ്കെടുത്തും ദൈവം തന്ന കൃപ ജ്വലിപ്പിച്ചും കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് കൃപയുടെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുകൊള്ളാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.